നമസ്കാരം. ദേശസ്നേഹി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ ഗവർണർ പോര് മൂർച്ഛിക്കുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രിക്കും കേരളത്തിലെ ഇടത് സർക്കാരിനും CPM, കോൺഗ്രസ് മുതലായ കക്ഷികൾക്കുമാണ് ഗവർണറെ കണ്ണെടുത്ത കണ്ടുകൂടാത്തത്. അദ്ദേഹത്തിന്റെ അധികാര അവകാശങ്ങളെല്ലാം കവർന്നെടുത്ത് അദ്ദേഹത്തെ ഒരു മൂലക്കിരുത്താം എന്നാണ് ഇവരുടെ ധാരണ. ഒരു സംസ്ഥാനത്തെ ഭരണത്തിന്റെ തലവൻ ഗവർണർ ആണ് എന്നറിയാതെ അല്ല ഇക്കൂട്ടരാരും കിടന്ന് കുറച്ചു താഴുന്നത്. അവർക്ക് കിട്ടിയ ഭരണത്തിന്റെ ധാർഷ്ട്യത്തിൽ ഏതറ്റം വരെയും പോകാമെന്ന ചിന്തയിലെ തടസ്സമായി ഗവർണർ വരുന്നതാണ് ഇവരുടെ അസഹിഷ്ണുതയ്ക്ക് പ്രധാന കാരണം. സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ച ഒരു വിധി ഇക്കൂട്ടരെ കുറച്ച് സന്തോഷിപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് സർക്കാർ കുറച്ച് വിജ്ഞാപനങ്ങളും ഇറക്കി. എന്നാൽ ചെന്നൈ ഹൈക്കോടതി അത് കൈയോടെ തള്ളി കൈ കൊടുത്തു. ഈ വരുന്ന വർഷകാല സമ്മേളനത്തിൽ പാർലമെന്റിൽ ഈ സുപ്രീം കോടതി വിധികളും അതേപോലെ തന്നെ ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ദശലക്ഷക്കണക്കിന് കള്ളപ്പണവും എല്ലാം ചർച്ചയിൽ വരും. ഇംപീച്ച്മെന്റ് പ്രമേയങ്ങൾ വരെ അവതരിപ്പിക്കപ്പെടാം. ജഡ്ജിമാരാണെന്നുണ്ടെങ്കിലും നിയന്ത്രിക്കാതെ രാജ്യം ഭരിക്കുന്ന സർക്കാരിന് മുന്നോട്ട് പോകാനാവില്ലല്ലോ. കഴുത്തിലെ കയറിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത കാളക്കൂറ്റിനെ ഇരട്ട ചെയറിന്റെ മൂക്കയറിട്ട് നിയന്ത്രിക്കാതെ പറ്റില്ല. സർക്കാരിന്റെ നയങ്ങൾ രാജ്യസ്നേഹം തുളുമ്പുന്നതും രാജ്യത്തിന്റെ സുരക്ഷ മുന്നിട്ട് നിൽക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഇരട്ടക്കയറിന്റെ പ്രയോഗം ആവശ്യമായി വരിക തന്നെ ചെയ്യും. ജയ് ഹിന്ദ്.